ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. അടുത്ത റൗണ്ടിലെ ബ്രസീലിന്റെ എതിരാളികൾ നോർവേയാണ്. വരുന്ന 6-ാം തീയതി അർദ്ധരാത്രിയാണ് ഈ മത്സരം നടക്കുക. ഈ മത്സരത്തിന് മുന്നേ നോർവേയുടെ പരിശീലകനായ സോൾബക്കൻ പറഞ്ഞത് വലിയ രൂപത്തിൽ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. ആഞ്ചലോട്ടി, നിങ്ങളെ തേടിയതാ ഞാൻ വരുന്നു എന്നായിരുന്നു സോൾബക്കൻ പറഞ്ഞിരുന്നത്. ഏതായാലും ഇവിടെ എടുത്തു പറയേണ്ട ഒരു കണക്കുണ്ട്. ഇതിനു മുൻപ് ആഞ്ചലോട്ടിയും അതുപോലെ തന്നെ ഈ പരിശീലകനും തമ്മിൽ മുഖാമുഖം വന്നിട്ടുണ്ട്. 4 തവണ ഇവർ പരസ്പരം ഏറ്റുമുട്ടിയിട്ടുണ്ട്. ആ 4 മത്സരങ്ങളിൽ ഒന്നിൽ പോലും സോൾബക്കന് കാർലോ ആഞ്ചലോട്ടിയെ പരാജയപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. 3 മത്സരങ്ങളിൽ ആഞ്ചലോട്ടി വിജയിച്ചു, 1 മത്സരം സമനിലയിൽ കലാശിച്ചു എന്നുള്ളതാണ്. കോപ്പൻഹാഗന്റെ പരിശീലകനായിക്കൊണ്ട് ഒരുപാട് കാലം പ്രവർത്തിച്ച ഒരു വ്യക്തിയാണ് സ്റ്റെയിൽ സോൾബക്കൻ. അങ്ങനെയാണ് ആഞ്ചലോട്ടിയും ഇദ്ദേഹവും തമ്മിൽ നേർക്കുനേർ വന്നിട്ടുള്ളത്. 2011 ചാമ്പ്യൻസ് ലീഗ് മത്സരത്തിൽ ചെൽസിയുടെ പരിശീലകനായിക്കൊണ്ട് ആഞ്ചലോട്ടി ഉണ്ടായിരുന്നു. അന്ന് ആദ്യപാദത്തിൽ എതിരില്ലാത്ത 2 ഗോളുകൾക്ക് കോപ്പൻഹാഗനെ ചെൽസി പരാജയപ്പെടുത്തി. പിന്നീട് ഗോൾ രഹിത സമനില വഴങ്ങി എന്നുള്ളതാണ്. പിന്നീട് 2013 ചാമ്പ്യൻസ് ലീഗിൽ റയലിന്റെ പരിശീലകനായിക്കൊണ്ട് കാർലോ ആഞ്ചലോട്ടി ഉണ്ടായിരുന്നു. അന്ന് ആദ്യപാദത്തിൽ എതിരില്ലാത്ത 4 ഗോളുകൾക്ക് കോപ്പൻഹാഗനെ പരാജയപ്പെടുത്താൻ റയലിന് സാധിച്ചു. രണ്ടാമത്തെ പാദത്തിൽ എതിരില്ലാത്ത 2 ഗോളുകൾക്ക് കോപ്പൻഹാഗനെ പരാജയപ്പെടുത്താൻ റയലിന് സാധിച്ചു. അന്ന് റയലിന്റെ പരിശീലകൻ കാർലോ ആഞ്ചലോട്ടിയും കോപ്പൻഹാഗന്റെ പരിശീലകൻ സോൾബക്കനുമായിരുന്നു. ഇങ്ങനെയാണ് അതിന്റെ കണക്കുകൾ വരുന്നത്. ഇതുവരെ ആഞ്ചലോട്ടിയെ പരാജയപ്പെടുത്താൻ സോൾബക്കന് കഴിഞ്ഞിട്ടില്ല. പക്ഷെ ഇത്തവണ അദ്ദേഹത്തിന് ആത്മവിശ്വാസമുണ്ട്. ആഞ്ചലോട്ടി, നിങ്ങളെ തേടി ഞാൻ വരികയാണ് എന്ന് അദ്ദേഹം പറയുകയും ചെയ്തിരുന്നു. ഒരു പ്രതികാരം ലക്ഷ്യമിട്ടുകൊണ്ടാണ് അദ്ദേഹം വരുന്നത്. ആദ്യമായിക്കൊണ്ട് ആഞ്ചലോട്ടിയെ പരാജയപ്പെടുത്തുക എന്ന ഒരു ലക്ഷ്യമാണ് ഇപ്പോൾ നോർവേ പരിശീലകനുള്ളത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോ കാണാം.